ചേച്ചി എന്റെ ചേച്ചിയുടെ പഴയ ലൈൻ അവിടെ വന്നിട്ടുണ്ട്. പെയ്യെ പറ. ഓ എന്നതാ അവൻ പറഞ്ഞേ? അച്ഛാ അതെ എന്റെ വീടിന്റെ അടുത്ത് പഴയ ഒരു ലൈൻ കമ്പി പൊട്ടിയ കാര്യം പറയാ. ആണോ? ഈ പൊട്ടിയതായാലും പഴയത് തമ്മിൽ കൂട്ടുമുട്ടിയാലേ ട്രാൻസ്ഫോമർ അടിച്ചു പോകും. നീ വാ കേട്ടോ. എവിടെ പോവും? ചോറെണ്ണാൻ വിളിച്ചു ചേച്ചി. വിളിച്ച് അങ്ങ് കയറി പോവാ. എന്താ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ചിലപ്പം വിഷം കലക്കി തന്നാലോ കേട്ടോ. തീറ്റി എന്ന് പറയുമ്പോ അങ്ങ് ചാടി അങ്ങ് പോയേക്കുവാ. മിനിയേ മിനി വരുന്നച്ചാ, ഞാൻ ഫുഡ് എടുക്കണ്ടേ? കൊണ്ടുവാ. കഴിക്കുന്നൊക്കെ കൊള്ളാം. താഴെ ഇച്ചിരി വീണ് കഴിഞ്ഞാൽ അച്ഛൻ തന്നെ തൂത്തോണം. പറഞ്ഞോട്ടല്ലോ. അതൊക്കെ കഴിക്കടാ, ആരും എടുത്തോണ്ട് പോകത്തൊന്നുമില്ല. അല്ല പുട്ടും കടലേ വാ. കടലയാ. ഈ രാത്രി ഇതൊക്കെ കഴിക്കുന്ന ശീലമില്ലല്ലേ? അതെന്താ അപ്പൂപ്പ? ഇത് ഉപ്പുമാവാ. ഇതോ? അത് കക്ക ഫ്രൈ. എനിക്ക് കിട്ടില്ല, എനിക്ക് കൊടുത്താ. അത് കഴിക്കാൻ കൊള്ളത്തില്ല. എന്താ? എടാ ഈ കടലയും കക്കയും ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വ്യക്തിത്വം ഇല്ലാത്ത രണ്ട് സാധനങ്ങളാ. ഈ കടലിൽ കിടക്കുന്ന ഈ സാധനത്തിന്റെ പേരെന്താണ്? കക്ക. കരയിൽ കിടക്കുന്ന ഈ സാധനത്തിന്റെ പേരെന്താണ്? കടല. ശരിക്കും കടല കടലിൽ കിടക്കണം, അല്ലെങ്കിൽ കക്ക കരയിൽ കിടക്കണം. അതാ പറഞ്ഞ വ്യക്തിത്വം ഇല്ലാത്ത സാധനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനം കഴിക്കാൻ കൊള്ളാവോ? കൊള്ളത്തില്ല. അതുകൊണ്ടാ പറഞ്ഞ മാമൻ കഴിച്ചോളാം. എനിക്ക് തിന്നാനില്ല, കടലില്ല. എന്നാ പറയാവൂ? എന്നാ എനിക്ക് വേണ്ട, ഇത് തിന്നാൻ വേണ്ട. അയ്യോ വേണങ്ങാടാ. എനിക്ക് വേണ്ടത്. അയ്യോ ഞാൻ തിന്നുന്നത് എനിക്ക് വേണ്ട. മോനെ നീ എത്രയിലാടാ പഠിക്കുന്നത്? 10. നിന്നെ കണ്ട 30-35 വയസ്സ് പറയാലോടാ. അയ്യോ ഞാൻ 10. നിനക്ക് ഈ പഠിപ്പൊക്കെ നിർത്തി വല്ല കൂലി പഠിക്കും പോയി മാസം എനിക്കൊരു 500 രൂപ ഇങ്ങോട്ട് കൊണ്ട് തന്നാലെന്നാടാ? ഞാനോ? ഇത് ഞാൻ പോകണോടാ. അപ്പൊ ഭയങ്കര ശുണ്ടിയാണല്ലോ. അത് പണ്ടായിരുന്നു ഭയങ്കരം, ഇപ്പൊ വന്ന് അങ്ങ് ചൊങ്ങി. ശരിക്കും എനിക്ക് അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാ. ആണോ? അപ്പൂപ്പ എനിക്ക് കിടക്കണം. കിടക്കാൻ പറ്റത്തില്ല. നീ എന്തിനാ ഇവിടെ വന്നേ? അവധിക്ക് നിക്കാൻ വന്നാണെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ കിടക്കാൻ പറഞ്ഞതാന്ന് പറയണമായിരുന്നു. നീ കിടന്നാ എന്റെ കിടക്കാടം എനിക്ക് നെട്ടമാവും. ഞാൻ ഇവിടെ കിടന്നോളാം. വേണ്ട വേണ്ട വേണ്ട, ഒന്നാമത് ഇവിടെ ഒരാൾക്ക് കിടക്കാൻ പറ്റത്തില്ല. അവിടെ നീ കിടക്കണ്ട. ഞാൻ ഇവിടെ കിടക്കാന്ന്. ഒന്നാ ഇവിടെ കിടക്കണ്ട, അവിടെ കിടന്നാ മതി. ഞാൻ മാസ്ക് ആവും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്യപുരുഷന്റെ കൂടെ കിടക്കുന്നത്. അല്ല അത് നീ മനസ്സിലാക്കിയോക്കൊള്ളാം. കിടന്നോ അടവെല്ലാം വെക്കണോടാ. എടാ നിന്നെ നടയുടെ കാര്യമാണോ പറഞ്ഞേ? നീ ഇങ്ങോട്ട് മറിയാതിരിക്കാൻ ഒരു അട വെക്കണോ എന്നാ ചോദിച്ചത്. എനിക്കൊന്നും വേണ്ടല്ലോ. അപ്പൊ കിടന്നു. ഭഗവാനെ കാത്തുരക്ഷിക്കണേ. ദൈവമേ എൻ്റെ മരുമോടാങ്ങള ദേണ്ടേ വന്നു കിടക്കുന്നേ, വന്നതും വന്നു തിന്നതും പോരാ, ഇടയ്ക്കിടെ കൂർക്കം വലിക്കുന്നേ. മറിയാതെ ഇവൻ കിടന്നുറങ്ങണം, മറിഞ്ഞാലോ ഞാൻ മരിക്കൂലേ. ദൈവമേ എൻ്റെ മരുമോടാങ്ങള ദേണ്ടേ വന്നു കിടക്കുന്നേ. ശുഭം. ഭഗവാനെ നേരെ വെളുക്കുന്നവരെങ്കിലും കാത്ത് രക്ഷിക്കണേ. അയ്യോ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു രാജാ റാം മോഹൻ റോയ്. അയ്യോ പാവം ഉറക്കമായിരുന്നു. എന്നാ ചെയ്യാനാന്ന് പറ. ഹിരോഷിമയിലെ നാഗസാക്കിലും ബോംബിട്ടതാര്? നിന്റെ ഉപ്പൂപ്പൻ. പാരാത്രിക്കാണോ മോട്ടിക്കാൻ വരുന്നത്? പകലൊക്കെ നിനക്ക് എന്നാടാ പണി? പകല് കറങ്ങി കിടന്നിട്ട് പാരാത്രിക്ക് വന്ന് മോട്ടിക്കാൻ പറ്റില്ല. അതൊക്കെ കൊത്തനിപ്പോ പറഞ്ഞില്ല, ഞാൻ അറിയത്തില്ലല്ലോ. പോയി അവൻ പോയി. കള്ളൻ മോൻ പറഞ്ഞില്ലേ, പിടിക്കാൻ പറഞ്ഞില്ലേ? അയ്യോ അത് ഞാൻ സ്വപ്നം കണ്ടത് അപ്പൂപ്പ. എന്തോ സ്വപ്നം? ഞാൻ അപ്പൂപ്പനെയാ സ്വപ്നം കണ്ടത്. എന്തോ മോനെ കണ്ടേ? അപ്പൂപ്പനെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് മുഖത്ത് പൗഡർ ഒക്കെ ഇട്ട് മൂക്കി പഞ്ഞിയും വെച്ചോണ്ട് കിടക്കുന്നു. മഹാഭാവി, നിന്റെ നാക്ക് കരിനാക്കാണോടാ? നാക്ക് നീട്ടടാ. എനിക്ക് നാണോ? അതന്നെ, നാക്ക് തുണിയില്ലാ നിൽക്കുകയാണ്.
അപ്പൂപ്പൻ എന്തിനാ നീ ഒറ്റ ഒറ്റനാണ് എന്റെ ഉറക്കം കളഞ്ഞത് അറിയോ? അപ്പൂപ്പൻ എന്തിനാ എന്റെ സ്വപ്നത്തിനകത്ത് വന്ന് കയറിയത്? നീ എന്താണ് എന്റെ കട്ടിലേ വന്ന് കയറിയ? ആ അപ്പൂപ്പന് സ്വപ്നത്തിനകത്ത് വന്ന് കയറി എന്റെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നു. എന്തോ ഞാൻ കിടന്ന് ഉറങ്ങുമല്ലോ. അടിക്കും ഞാൻ. എന്നാ കൊതുകാ മോനെ, കുഞ്ഞിന് കിടക്കാൻ പറ്റുന്നില്ല. കിടക്കാൻ പറ്റുന്നില്ലല്ലേ മോനെ? ഏടാ അവൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവന്റെ നേർക്ക് വഴക്കന് പിടിക്കണം കേട്ടോ. അല്ലടി അവന് കിടക്കാൻ പറ്റുന്നില്ല, കൊതുക്. കിടക്കാൻ പറ്റുന്നില്ലെന്ന് പോലും കിടക്കാം. അവളെ അങ്ങനെ പറയും മോനെ വിട്ടില്ല. അയ്യോ ഇരിക്കട അവിടെ. ഇവിടെ പച്ച പഴം എന്തായിരുന്നു? എന്ത് പറ്റി? എന്ത് പറ്റി? വാസു അല്ല ഗ്യാസ്. ഗ്യാസോ? കൊളുത്തി പിടിച്ചതാ. അത് തിന്നിട്ടല്ലേ ലൈനാ കയറിയതായിരിക്കും. എന്നാലും അത് എന്നതാടി? ഒന്നുമില്ലെന്ന് ഇല്ലേ? അത് ആരെടുത്ത് കഴിച്ചു? നീ ഇവരെല്ലാം രണ്ടുപേരിൽ ആരെങ്കിലും ആണോ? ആര് വീണാലും താഴെ വീഴും. അപ്പൊ അതിനു മുമ്പ് ഒരു ആംബുലൻസ് വിളിച്ചിട്ടേക്കാം. ഫോണ് ഫോൺ മേടിച്ചോണ്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. ഫോൺ മേടിച്ചോണ്ട് പോയുള്ളൂ. ഭ്രാന്താണോടാ? എനിക്ക് അങ്ങനെ അറിയാം. കുറെ നേരമായി അങ്ങോട്ട് ആംബുലൻസ് വരുന്നു. കണ്ടാ എന്താ വന്നാടി. എന്താ നമ്മുടെ ഇവിടെ ആംബുലൻസ് വന്ന് കിടക്കുന്നു. അയ്യോ ആംബുലൻസ് വന്നോ? അല്ല ആംബുലൻസിൽ വന്നല്ലോ എന്ന് പറയുവാ. അല്ല അതിനകത്ത് നമ്മുടെ ഇവിടെ വന്ന് കിടക്കുന്ന അതറിയാം. അച്ഛാ ആർക്കെങ്കിലും വയ്യായിക വന്നാ കൊണ്ടുപോകാല്ലോ എളുപ്പം. വന്നാലല്ലേ ആർക്കാ വയ്യ? അത് തന്നെ. ചെലപ്പോ വന്നാലോ. ഓ എന്നെ ഉദ്ദേശിച്ചെങ്കിൽ ആംബുലൻസുകാരൻ ചമ്മി പോകത്തേ ഉള്ളൂ. അതെന്താ? ഞാൻ ചെറുപ്പക്കാരനല്ലേ. എന്നാലും വരുമല്ലോ. വരില്ല. ഒന്നുമില്ല അച്ഛാ, നമുക്ക് ആശുപത്രി വരെ പോയിട്ട് വരാം. എന്താടി ആശുപത്രി വരെ പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞേ. ഞാൻ വരുന്നു. നീ പാടാ ആശുപത്രി വരെ പോയിട്ട്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ തന്നെ വരുന്നത്. എനിക്കൊരു പേടി പോലെ. എന്താ നീ കാര്യം പറ. അച്ഛാ അത് ഞാന് എലിയെ കൊല്ലാൻ വേണ്ടിയേ ഒരു പഴത്തിനകത്തെ ഗുളിയെ വെച്ചിരുന്നു. അതിപ്പോ കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ആരോ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അതെ ഞാൻ തോന്നില്ല അവിടെ കൊണ്ട് വെച്ചിരുന്ന്. അവിടെ വെച്ചിരുന്നാണോ? അത് ഞാൻ അടുത്ത അകത്തോണ്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മേശപ്പുറത്ത്? അയ്യോ അപ്പൊ ഞാൻ ആ പഴം കടിച്ച് ആശുപത്രി കൊണ്ടുപോ. ഇതാ പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന്. അച്ഛാ നിന്റെ അച്ഛന്റെ ഉച്ചി.